എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് എത്ര ജോലികൾ ചെയ്താലും ജോലി തീരുന്നില്ല എന്നുള്ള പരാതിയും ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണല്ലേ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ മോട്ടിവേഷനും കൂടിയാണ്. ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളൊരു മോട്ടിവേഷനും കൂടിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. അതിപ്പോൾ നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ നമുക്കൊന്നിനും സമയമില്ല എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ചിട്ടയില്ലായ്മ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചിട്ടയില്ലാത്ത ജീവിതശൈലി കൊണ്ട് തന്നെയാണ് നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒന്നിനും സമയം തികയാത്തത്. അപ്പോൾ നമുക്ക് ഈ ചിട്ടയില്ലായ്മ മാറ്റിയെടുക്കാനായിട്ടും അതുപോലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ തലേദിവസം തന്നെ ഒരു പ്ലാനിങ് റെഡിയാക്കുക. അതായത് വീട്ടമ്മമാരായാലും കുട്ടികളായാലും ഓഫീസിൽ ജോലിക്ക് പോകുന്നവരായാലും ആരായാലും നമ്മൾ തലേദിവസം പിറ്റേ ദിവസം രാവിലെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അതിപ്പോൾ മനുഷ്യരാണ്, നമുക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചാലും യാതൊരു നാണക്കേടും ഇല്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തലേദിവസം ഒന്ന് എഴുതി ഒന്ന് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ തലേദിവസം നമ്മൾ പ്ലാൻ ചെയ്ത്, അതായത് എഴുതിയൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തും കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയും കൂടിയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഈസി ആയിരിക്കും. ഇപ്പം നമ്മൾ രാത്രിയിൽ തലേദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയോ മീനൊക്കെ മസാല പുരട്ടി വെക്കുകയോ അല്ലെങ്കിൽ അരി അരച്ച് വെക്കുകയോ പുട്ടുപൊടി നനച്ച് വെക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒത്തിരി എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളുടെ കാര്യത്തിലൊക്കെ ഒത്തിരി എളുപ്പമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനിംഗ് ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ആവശ്യം, അതായത് ചെയ്യണം എന്നുള്ള ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. ഇങ്ങനെ 3 രീതിയിൽ തരംതിരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. അതായത് ഒരു 10-20 കാര്യങ്ങൾ നമുക്കൊരു ദിവസം ചെയ്യണമെന്ന് നമ്മൾ തലേദിവസം പ്ലാൻ ചെയ്തെന്ന് വെച്ചു. അപ്പോൾ അതിൽ രാവിലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ആ ഒരു രീതി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനും പറ്റും. പിന്നെ നമുക്ക് സമയവും കിട്ടും. കാരണം ആദ്യം ചെയ്യേണ്ടത്, അതായത് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്തല്ലോ. അപ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ കുറയും. ഇതിപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ കാര്യത്തിലാണെങ്കിൽ അടുക്കളയിൽ രാവിലെ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ ആദ്യം ചെയ്യുക. ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഇപ്പോൾ ഓഫീസിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടവരാണെങ്കിൽ ഇപ്പോൾ ആദ്യം ഓഫീസിൽ ചെന്നിട്ട് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും മെയിൽ അയക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടതെങ്കിൽ അത് അത്യാവശ്യമായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് തീർക്കുക. ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പം സമയവും കിട്ടും, ജോലികളും തീരും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പ്രത്യേകിച്ച് കിച്ചണിൽ നമ്മുടെ അമ്മമാർക്കും നമുക്കും ഒക്കെ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ടുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. അത് എക്സ്പീരിയൻസിലൂടെ മാത്രം നമുക്ക് കിട്ടി വന്നിട്ടുള്ളൊരു കഴിവാണ്. അതായത് ഒരേ സമയം പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കുക്കിംഗ് ആയാലും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യമായാലും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പീരിയൻസിലൂടെ കഴിവ് കിട്ടും. അപ്പോൾ ആ ഒരു മൾട്ടി ടാസ്കിങ് നമുക്ക് കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലികൾ പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് സമയവും പിന്നീട് കിട്ടും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മൾട്ടി ടാസ്കിങ് വഴി നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിവ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, തലേ ദിവസത്തെ പ്ലാനിങ്, പ്രിപ്പറേഷൻ. ഇനി നാലാമതായിട്ട് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനൊക്കെ പറ്റിയിട്ട് നമ്മൾ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പം നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക്, ഇപ്പം നമ്മൾ വീട്ടമ്മമാരായാലും ഓഫീസിൽ ജോലി ചെയ്യുന്നവരായാലും ഒക്കെ നമ്മുടെ ഈ ജോലിക്ക് തടസ്സം വരുത്തുന്ന അനാവശ്യമായിട്ടുള്ള ഫോൺ കോളുകൾ, ഇതിനിടയ്ക്ക് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ പോയി യൂട്യൂബ് നോക്കുക, അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, ഇതൊക്കെ ഒന്ന് നിർത്തിവെക്കാനായിട്ട് നമ്മൾ മനസ്സുകൊണ്ടൊന്ന് തയ്യാറാകുക. അങ്ങനെ ആകുമ്പം തന്നെ നമുക്ക് ജോലികൾ പെട്ടെന്ന് തീരും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കിടയ്ക്ക് ഒരു ഫോൺ വന്നു, നമ്മൾ ആ ജോലി അവിടെ ഇട്ടിട്ട് പോകും. അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു, അത് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കും. പിന്നെ സ്ക്രോൾ ചെയ്ത് നമ്മൾ അടുത്ത ഓരോ വീഡിയോസും കാണും. ഇങ്ങനെയൊക്കെ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജോലികൾ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്വസ്ഥമായിട്ടിരുന്ന് ഫോൺ വിളിക്കുകയോ ഫോൺ നോക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, നമ്മൾ ഒരു ജോലി ചെയ്ത് തുടങ്ങി, അപ്പോൾ ആ ജോലി ചെയ്ത് തീർക്കാതെ നമ്മൾ അടുത്തൊരു ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കരുത് ഒരിക്കലും. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സിങ്കിൽ പാത്രങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 പാത്രം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അയ്യോ മുറ്റം അടിച്ചില്ലല്ലോ, അല്ലെങ്കിൽ റൂം അടിച്ചു വാരിയില്ലോ എന്നോർത്ത് ഈ പാത്രങ്ങൾ അവിടെ ഇട്ടിട്ട് നമ്മൾ ആ പണിക്ക് പോയാൽ ആ പണിയും പകുതി ചെയ്ത് തീർക്കും. അതിനിടയ്ക്ക് നമ്മൾ വേറെ പണിക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു സിങ്കിലെ പാത്രം കഴുകി അവിടെ പെൻഡിങ് കിടക്കുകയാണ്. മുറി അടിച്ചു വാരല്ലോ, അതും നടന്നില്ല.
അപ്പോൾ ഇങ്ങനെ ഓരോ പണിയും പെൻഡിങ് ആയിട്ട് എല്ലാ അറ്റവും മൂലയും ചെയ്ത് വെച്ചിട്ട് നമ്മൾ നടക്കും. അതിലും ഭേദം നമ്മൾ ഒരു പണി ചെയ്താൽ, ഇപ്പോൾ ആ പാത്രം കഴുകുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഓരോ ജോലി തുടങ്ങി വെച്ചാൽ അത് തീർക്കാതെ നമ്മൾ അടുത്ത ജോലിയിലേക്ക് ഒരിക്കലും പ്രവേശിക്കാതിരിക്കും. ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ജോലികൾ പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് കുറേയധികം സമയം കിട്ടുകയും ചെയ്യും. ഈ സമയമെന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാർക്കും വലിയ വലിയ ആളുകൾക്കും, എത്ര പണമുള്ളവനും പണമില്ലാത്തവനും എങ്ങനെ ജീവിക്കുന്നവർക്കും എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ ഒരു ദിവസം. അപ്പോൾ അത് നമ്മളെങ്ങനെ കറക്റ്റായിട്ട് യൂസ്ഫുള്ളായിട്ട് നമുക്ക് അത് വിനിയോഗിക്കാൻ പറ്റുന്നു എന്നതിലാണ് നമ്മുടെ വിജയം. ഇനി ആറാമതായിട്ട് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരാനും കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാനും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സമയം നമുക്ക് വേണ്ടി ചിലവാക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. അതായത് നമ്മൾ രാവിലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ, നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒന്നും ചിന്തിക്കാതെയും അതുപോലെ തന്നെ നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ നിന്ന് നമ്മൾ കഴിയുന്നതും വിട്ടു നിൽക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പോകുന്ന ജോലി ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെയും അതുപോലെ തന്നെ സമയത്തും ചെയ്തു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സമയം തികയാതെ വരുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം നമ്മൾ നെഗറ്റീവായിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ പ്രാർത്ഥന അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥിക്കാത്ത മനസ്സിലാണ് പൈശാചികമായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇങ്ങനെയുള്ളതൊക്കെ കയറിക്കൂടുന്നത്. ഇനി ഏഴാമതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്ത് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ടൊക്കെ പറ്റിയിട്ടുള്ള മറ്റൊരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. അതിനിപ്പം നമ്മൾ വിഷമം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക, അത് ശീലിക്കുക. അതായത് എല്ലാവരെയും നമ്മൾ തൃപ്തിപ്പെടുത്തി ജീവിക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് ഒരാളോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒന്ന് വന്നു. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നതാണെങ്കിൽ അവർ വന്നിട്ട് നമ്മൾ എന്താണോ ചെയ്ത് അത്യാവശ്യം എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും വന്നതാണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അവരോട് ഒന്ന് കുശലം പറയുക, പിന്നെ അവർ പൊക്കോട്ടെ. പിന്നെ നമ്മൾ അല്ലെങ്കിൽ അവർ ഒരുപാട് സമയം ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ സമയം വെറുതെ കളയാതെ, കാര്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല, വെറുതെ ഇങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തി സംസാരിച്ച് നമ്മുടെ സമയം അങ്ങനെ പോകത്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്നപോലെ ജോലിയുണ്ട്, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരൂ ചേച്ചി എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ കാര്യം എത്രയേ ഉള്ളൂ. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക. ഇങ്ങനെ പറയുന്നതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കേണ്ട ആരും. കാരണം നമ്മുടെ സമയം കളയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് തന്നെ ശീലിക്കുക. അതിൽ പിണക്കമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ആരോടും നമ്മൾ പിണങ്ങി അങ്ങനെയൊന്നും പറയുന്നതല്ല. അത് നമുക്ക് പിന്നീട് മനസ്സിലാകും. ഇനിയിപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് തീരാനായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഏത് ജോലിയും കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള കഴിവ് നമുക്ക് കിട്ടുകയുള്ളൂ. അതും കൂടി ഒന്ന് എല്ലാ വീട്ടമ്മമാരും മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.